കർത്താവിൻ്റെ മേശ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സദ്യയാണ്. അതിലെ വിഭവങ്ങൾ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. അതൊരുക്കിയതിന് ശേഷം പ്രിയ കർത്താവ് ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നു, മക്കളെ വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മ ആചരിക്കാം. കർത്താവിൻ്റെ മേശയിൽ കർത്താവിനോടൊപ്പം സംബന്ധിക്കുന്നത് എത്ര വലിയ ഭാഗ്യവും പദവിയുമാണ്. എന്നാൽ ആ വിധത്തിൽ അതിനെ കണ്ട് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് പതിവായി കർത്താവിൻ്റെ മേശയിൽ നാം സംബന്ധിക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. എന്താണ് കുർബാന, ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് ഏതോ കാരണവശാൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുകൊണ്ടാണ് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാത്തത്. പല പല കാരണങ്ങൾ നാം പലപ്പോഴും പറഞ്ഞ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ ആരാണ് കുർബാന ചൊല്ലുന്നത് എന്ന് നോക്കി കുർബാന കൊള്ളണോ കൊള്ളണ്ടേ എന്ന് തീരുമാനിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില പള്ളികൾ സംഭവിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. അച്ഛന്മാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്നിട്ട് പറയും, ഈ അച്ഛൻ പോയാലല്ലാതെ ഞാൻ കുർബാന കൊള്ളത്തില്ല, അങ്ങേരുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുപോകും. സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2 ആഴ്ച മുമ്പ് ഒരാൾ എന്നോടത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങേര് പോകാതെ ഞാൻ കുർബാന കൊള്ളാതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞൊക്കെ തീർത്തോണം, അതിന് ആരും സംശയമില്ല. നമ്മൾ മുട്ടുകുത്തുന്നത് തമ്പുരാൻ്റെ മുമ്പിലാണോ അച്ഛൻ്റെ മുമ്പിലാണോ? തമ്പുരാൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ മനസ്സില്ലാത്തവൻ ജീവിതത്തിൽ എവിടെയും മുട്ടുകുത്തേക്ക്. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ മേശയിൽ വിളമ്പുകാരാണ്. അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ്. എല്ലാവരും അതിന് നിയോഗിക്കപ്പെടാറില്ല, അച്ഛനായാലും മെത്രാനായാലും. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു കല്യാണത്തിന് ക്ഷണിച്ച് നമ്മൾ ജീവിതത്തിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരാരാ വിളമ്പുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. ആര് ക്ഷണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ പോണ്ടൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലേ? ഇത് തമ്പുരാനാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ അച്ഛനോ മെത്രാനോ ഒന്നുമല്ല. ഇന്നിവിടെ വന്നിരിക്കുന്നതിൽ ഒരു 99% കുർബാന കൊള്ളുമെന്ന് എനിക്കറിയാം. കാരണം മെത്രാനാണ് വിളമ്പുന്നത്. മെത്രാൻ വിളമ്പിയാൽ, അച്ഛൻ വിളമ്പിയാൽ ഇത് തമ്പുരാൻ്റെ മേശയാണ്. ഞങ്ങൾ വെറും വിളമ്പുകാർ മാത്രം. അതുകൊണ്ട് ആര് കുർബാന ചൊല്ലുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം. തമ്പുരാൻ ക്ഷണിക്കുന്നു. തമ്പുരാൻ ക്ഷണിക്കുന്നു ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ മാറി നിൽക്കാനൊക്കും? മാർത്തോമാ സഭയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ അണയ്ക്കുന്നത് കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, വിശുദ്ധ മേശയിൽ സംബന്ധിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുമ്പസാരത്തിന് ക്ഷണിക്കുമ്പോൾ വിശുദ്ധ കുർബാന കൊള്ളാൻ ആരുമില്ലെങ്കിൽ കുർബാന അവസാനിപ്പിക്കും. അങ്ങനെ സംഭവിക്കാറില്ല. ആരെങ്കിലും ഒരാളെങ്കിലും കുർബാന കൊള്ളാനുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല, സംബന്ധിക്കുന്നവർക്ക് വേണ്ടിയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ളവരെല്ലാവരും തന്നെ ഒരുക്കത്തോടെ വേണം വരാനെന്നാണ് അതിൻ്റെ അർത്ഥം. 2, കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാൻ ചിലർ പറയുന്നു, ഞാൻ ഒരുക്കത്തോടെയല്ല വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെ കുർബാന കൊള്ളും? അത് വളരെ ശരിയാണ്. തിരുവചനം വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുക്കത്തോടെ വന്നിരിക്കണം, അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി ഭവിക്കും. അതുകൊണ്ട് ഒരുക്കത്തോടെ വരാവൂ. ഒരുക്കത്തോടെ മാത്രമേ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കൂ. എന്നാൽ എന്താണ് ഒരുക്കം? കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കത്തെക്കുറിച്ച് ഒരുപാട് ധാരണപ്പിശകളുണ്ടെന്ന് എനിക്കറിയാം. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കം ഒന്നു മാത്രമാണ്. അത് നമ്മുടെ പാപങ്ങളെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കം. അത് മാത്രമാണ്. അപ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത, എന്തേ ഒരുങ്ങാഞ്ഞ്? അല്ലേ? ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ കർത്താവ് നമ്മളെ ക്ഷണിച്ചിട്ടാണ് വിടുന്നത്. മക്കളെ, അടുത്ത ഞായറാഴ്ച എൻ്റെ സദ്യ ഉണ്ട് വരണം. കഴിഞ്ഞ ആഴ്ചയും നമ്മളെ ക്ഷണിച്ചാൽ വിട്ടെ, മക്കളെ എൻ്റെ സദ്യ ഉണ്ട് വരണം. പിന്നെന്തേ ഒരുങ്ങാഞ്ഞ്? ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് പോകും, കുർബാന കൊള്ളും, അത്രയേ ഉള്ളൂ. അതാണോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ,
നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ഡൽഹിക്ക് നമ്മളൊരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ക്ഷണിച്ചു എന്നിരിക്കട്ടെ. ആ ഇൻവിറ്റേഷൻ കൈ കിട്ടി നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങളുടെ ഫേസ്ബുക്കും വാട്സപ്പും ഫോണും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഫോൺ വിളിച്ച് കിട്ടുമോ? ലോകത്തുള്ള സകലമാന മനുഷ്യരെയും വിളിച്ചു പറയും, പ്രൈം മിനിസ്റ്റർ ഡൽഹിയിലേക്ക് എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ എന്തൊരു ആകാംക്ഷയാണ്, എന്തൊരു ഒരുക്കമാണ്. അലമാരി നിറച്ചും പുതിയ ഷർട്ടും പാൻറ്റും സകലം ഉണ്ടെങ്കിലും പുതിയത് പോയി വാങ്ങിക്കും. സ്ത്രീകളാണെങ്കിൽ അങ്ങ് മഹാലക്ഷ്മി പോയി പുതിയ സാരി വാങ്ങിക്കും. എന്നിട്ട് ഡൽഹി പോയി ഒരാഴ്ച മുമ്പേ പോയി താമസം തുടങ്ങും. 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 മണിക്കേ ഗേറ്റിൽ കാവലാവും. എന്നിട്ട് വാച്ച് ഇങ്ങനെ നോക്കും, സമയം പോകുന്നില്ല. ഒരു പ്രൈം മിനിസ്റ്റർ വിളിച്ചാൽ ഇത്രയും ഒരുക്കവും ആകാംക്ഷയും ഉണ്ടെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ച തമ്പുരാൻ, സകലത്തെയും വീണ്ടെടുത്തവൻ, സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ എങ്ങനെ പറയാനായിട്ട് സാധിക്കും, അയ്യോ ഞാൻ ഒരുങ്ങിയിട്ടല്ല വന്നിരിക്കുന്നു? ഇപ്പോൾ സാധാരണ പല പള്ളികളിലും ചെന്നാൽ കോവിഡ് കഴിഞ്ഞ ശേഷം ആരും പള്ളി വരത്തില്ലെന്ന് പറയും. എന്താ കാര്യം? ഇവിടെ കർത്താവിൻ്റെ മേശ നടക്കുമ്പോൾ എങ്ങനെ വീട്ടിലിരിക്കാൻ നോക്കും? എൻ്റെ തമ്പുരാൻ എന്നെ ക്ഷണിക്കുന്നു എന്ന ചിന്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരുക്കത്തോടെ ഈ നിമിഷത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നേൻ. ഇവിടെ നിറങ്ങുന്ന നിമിഷം മുതൽ അടുത്ത കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം ജീവിതം തന്നെ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഈ ആകാംക്ഷ നഷ്ടപ്പെടുന്നുവെങ്കിൽ ഉടനെ ചിന്തിച്ചോണം, എവിടെയോ കുഴപ്പമുണ്ട്, തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് എവിടെയോ കാര്യമായ കുഴച്ചൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. 3, ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിതിന് യോഗ്യനല്ല, പാപിയാണ്. അത് വളരെ ശരിയാണ്. എനിക്കോ നിങ്ങൾക്കോ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനോ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കാനോ വല്ല യോഗ്യതയുണ്ടോ? നേരെ മറിച്ച് ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളെപ്പോലെ അയോഗ്യൻ ഈ ലോകത്തിലായിരുന്നു. നമ്മുടെ ഈ അയോഗ്യതയും ഒന്നുമില്ലായ്മയും തമ്പുരാൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന സമയമാണ് കുമ്പസാരം. കുമ്പസാര സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? എൻ്റെ തമ്പുരാനെ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പിടിച്ചുപോയി, ഇതിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഉയരാൻ ഈ പാപിക്ക് സഹായിച്ചിട്ടില്ല. എൻ്റെ തമ്പുരാനെ, അടിയനോട് മനസ്സറിയണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായി. ഇതല്ലേ കുമ്പസാരം? അല്ലേ? കുമ്പസാരം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണ് തമ്പുരാൻ്റെ സന്നിധി. പക്ഷെ പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടെ എടുക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് കുമ്പസാരം. കാരണം എല്ലാ ആഴ്ചയും കേൾക്കുന്നതാണ്, കുർബാന കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും. അല്ലേ? കുർബാന കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ എല്ലാ ആഴ്ച ഇത് കേൾക്കുന്നതുകൊണ്ട് നമുക്കത് കാണാതെ അറിയാം. അത് കാരണം അച്ഛൻ ഇവിടെ കുമ്പസാരം തുടങ്ങുമ്പോൾ നമ്മളോട് പറഞ്ഞു തീരും. ആ സമയത്താണ് ലോകകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അടുത്തവൻ്റെ കയ്യിൽ പുതിയ വാച്ചാണോ, അവളുടെ പുതിയ സാരിയാണോ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ നോക്കുന്ന കാര്യങ്ങളാണ് കുമ്പസാരം. കുമ്പസാര സമയത്ത് കണ്ണുകൾ അടയ്ക്കണം, കൈകൾ കൂപ്പണം. നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ കുരിശിനെ മനസ്സിൽ കാണണം. ആ കുരിശിൽ തമ്പുരാൻ കിടക്കുന്നതും കർത്താവിൻ്റെ ശരീരത്തിൽ രക്തം ഇറ്റിറ്റ് വീഴുന്നതും അന്ത്യശ്വാസം വലിക്കുന്നതൊക്കെ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കുമ്പസാര പ്രാർത്ഥന നടത്താൻ. ആത്മാർത്ഥമായി കുമ്പസാര പ്രാർത്ഥനയിൽ സംബന്ധിച്ചാൽ കണ്ണ് നിറയാത്ത ഒരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ കുമ്പസാര സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കും, കുർബാന ഉള്ള നേരത്തെ കരയും. അതിൻ്റെ ഓർഡർ നേരെ തിരിച്ചാണ്. കുമ്പസാരിക്കുമ്പോൾ കരഞ്ഞോണം, കുർബാന കൊള്ളാൻ നേരത്ത് നമ്മുടെ മുഖം കിടന്നിങ്ങനെ തിളങ്ങണം. എന്താ കാരണം എന്നറിയാമോ? കുമ്പസാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൻ്റെ ഒരു വാഗ്ദാനത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പരമകാരുണ്യവാനായി ദൈവം സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഇതിൽ കവിഞ്ഞ് സന്തോഷിക്കാൻ വേറെ എന്താ ഉള്ളത്? എൻ്റെ സകല പാപവും എന്നോട് ക്ഷമിച്ചിട്ട് എൻ്റെ തമ്പുരാൻ എന്നെ മാർവോട് ചേർത്തണച്ചിരിക്കുന്നു. ദൈവമേ, എന്തൊരു സന്തോഷമായിരിക്കും. അത് മുഖത്ത് പ്രകടമാകണം ആ സന്തോഷം. ഇവിടെ വന്ന് മുട്ടുകുത്തുന്ന സമയത്ത് മുഖത്ത് ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ തിരുമേശയിൽ സംബന്ധിക്കേണ്ടത്. ആദ്യ കുർബാനയ്ക്ക് യോഹന്നാൻ കുർബാന കൊണ്ടതുപോലെ കൊള്ളണം. യോഹന്നാൻ എങ്ങനെയാണ് കുർബാന കൊണ്ട്? കർത്താവിൻ്റെ മാർവിൽ ചാരി, അങ്ങനെയല്ലേ വായിക്കുന്നത്? ഇവിടെ നാം മുട്ടുകുത്തുമ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ മാർവിൽ ചാരി
കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പനുഭവിച്ച് മാർവിൻ്റെ ചൂടനുഭവിച്ച് വിശുദ്ധ കുർബാന കൊള്ളണം. ഒറ്റ പ്രാവശ്യം അങ്ങനെ കുർബാന കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാനേ ഒക്കില്ല. കാരണം ഇതത്ര അതുല്യമായൊരു അനുഭവമാണ്. ഇതിന് തുല്യമായ പ്രൈസ് ആൻഡ് വർഷിപ്പില്ല, ഉപവാസ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഒന്നുമില്ല. കുർബാനയ്ക്ക് പകരം വയ്ക്കാൻ ലോകത്തിലൊന്നും. അത്ര വലിയ അനുഭവത്തിലേക്കാണ് തമ്പുരാൻ ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നത്. ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന കൊള്ളുന്ന കുട്ടികളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്നു മുതൽ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ എപ്പോഴൊക്കെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ ഒരുക്കത്തോടെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കണം. ഒരു കാരണവശാലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് അവകാശം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് ലാഘവമായി എടുക്കാനില്ല. വലിയ ഒന്നാ കുർബാന കൊണ്ടോളാം, അങ്ങനെയല്ല. ഒരുക്കത്തോടെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കത്തോടെ വേണം എല്ലാ ആഴ്ചയും ദേവാലയത്തിൽ വരേണ്ടതും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കേണ്ടത്. ഇത്ര അനുഗ്രഹീതമായി വലിയ അനുഭവത്തിലേക്ക് തമ്പുരാൻ ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നു. മക്കളെ, വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മ ആചരിക്കാം.